ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വചനങ്ങളാണ്. ഇവിടെ പറയുകയാണ്, ഫിലാഡൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് ആ സഭയെ കുറിച്ച്, ആ സഭയിലെ ആളുകളെ കുറിച്ച് ദൈവം പറയുകയാണ്, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നുണ്ട്, അത് വളരെ പോസിറ്റീവാണ്. അല്ലെ, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചതുമില്ല എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു കാര്യം ഈശോ നമ്മളുടെ അടുത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു റിയാക്ഷൻ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? അല്ലെ, എന്റെ പ്രവൃത്തികൾ, രഹസ്യത്തിൽ ഞാൻ ചെയ്ത ചില കാര്യങ്ങള്, അല്ലെങ്കിൽ ആരും അറിയാതെ ഞാൻ ചെയ്ത ചില പാപങ്ങള്, ചില അകൃത്യങ്ങള്, ഇതെല്ലാം ദൈവം അറിയുന്നു എന്ന് ദൈവം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്റെ റിയാക്ഷൻ എന്തായിരിക്കും? എന്നിട്ട് ഈശോ പറയുകയാണ്, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം ദൈവത്തിൽ നിന്ന് കേട്ടാൽ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ കേട്ട ഈ വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് അന്ത്യവിധിയുടെ ദിനത്തില് ഈശോ നമ്മളോട് പറയുന്ന രീതിയിൽ, അതായത് ഈശോ നമ്മളോട് പറയുകയാണ്, നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചൊന്നുമില്ല, നീ എന്നെ സ്നേഹിച്ചൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ജീവിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.